PhD പഠിക്കുകയാണ്. പിന്നെ അവളുടെ റിസർച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 100 പ്ലേസിലായിരുന്നു. ആ സമയത്താണ് അവൾ ശനിവാർ വാടയെ കുറിച്ച് അറിഞ്ഞത്. ലീല, എനിക്കെന്ത് തോന്നുന്നെന്ന് വെച്ചാൽ ശനിവാർ വാടയുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ 100 സ്ഥലമെന്ന്. എന്തുകൊണ്ടാ? ഈ ലോകത്തിൽ എത്രയോ 100 പ്ലേസ് ഉണ്ട്. എന്തെന്നാൽ ഇന്നും ജനങ്ങൾക്ക് അവിടെ കരയുന്നത് പോലെയും ശബ്ദമുണ്ടാക്കുന്നത് പോലെയും രക്ഷിക്കൂ രക്ഷിക്കൂ എന്നുള്ള ശബ്ദം കേൾക്കുന്നത്രേ. ഇന്നും അവിടേക്ക് രാത്രിയിൽ തനിച്ചു പോവാൻ ജനങ്ങൾ പേടിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചുമ്മാ കെട്ടുകഥയായിരിക്കുമെന്ന. 100 വാണ്ടണമെന്ന് ഒന്നും തന്നെ ഇല്ല. ഇതൊരു ജസ്റ്റ് പബ്ലിസിറ്റി ആയിരിക്കും. ആ കോട്ടയുടെ ഹിസ്റ്ററി അറിഞ്ഞാൽ നീ ഇങ്ങനെ സംസാരിക്കില്ല. ആണോ? ആ കോട്ടയുടെ ഹിസ്റ്ററി എന്താ? ആ കോട്ട 1730-ൽ സാമ്രാട്ട് ബാജിറാവ് പേഷ്വ കെട്ടിയതാണ്. ആ കോട്ട ഒരു അധിഷ്ഠമില്ലാത്ത കോട്ടയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് കെട്ടിയ കുറച്ചു വർഷങ്ങൾക്കകം തന്നെ ബാജിറാവ് പേഷ്വയുടെ സ്വന്തം മകൻ നാനാ സാഹിബ് അദ്ദേഹത്തെ പറ്റിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം സ്നേഹിച്ച പെണ്ണും അദ്ദേഹത്തെ വിട്ടുപോയി. ആ വേദന സഹിക്കാതെ മരിച്ചുപോയി. നാനാ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രണയിനിയെ ഈ ഹോട്ടലിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ബാജിറാവ് പേഷ്വയുടെ പ്രേതം അവിടെ ഉണ്ടെന്നാണോ? അത് തന്റെ പ്രണയിനിയെ കൊന്നതുകൊണ്ട് പ്രതികാരം ചെയ്യുകയാണോ? ഇല്ല ഇല്ല, ബാജിറാവ് പേഷ്വയ്ക്ക് ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു, നാരായൺ റാവ്. അവൻ 17 വയസ്സിൽ മരിച്ചുപോയി. നാരായൺ റാവിന്റെ ആത്മാവ് ഇനിയും ആ കോട്ടയിലാണ് ഉള്ളതത്രേ. അവനാണ് സഹായം സഹായം എന്ന് നിലവിളിക്കുന്നത്. അയ്യോ, അദ്ദേഹത്തിന് എന്തു പറ്റി? അതിനെക്കുറിച്ച് എനിക്കും അറിയില്ല. പക്ഷേ ശനിവാർ വാട കോട്ടയാണ് എന്റെ റിസർച്ച് പ്രോജക്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ അവിടേക്കാണ് പോകുന്നത്. ഹോപ്സോ പെട്ടെന്ന് തന്നെ എന്റെ റിസർച്ച് തീരുമെന്ന് വിചാരിക്കുന്നു. എന്റെ കയ്യിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഒരുപക്ഷെ ആ ശനിവാർ വാടയിൽ ഒരു പ്രേതവും ഇല്ലെങ്കിൽ അപ്പോൾ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അവിടെ എന്തെങ്കിലും കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ഹോണ്ടഡിനെ വിശ്വസിക്കാൻ പോകുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം രാധ പൂനെയിലേക്ക് ചെന്നു ചേർന്നു. എന്നിട്ട് അവൾ അവിടെ തന്റെ ഗൈഡിനെ ചെന്ന് മീറ്റ് ചെയ്തു, വിക്കി. വെൽക്കം രാധ. താങ്ക് യു. നിങ്ങൾ നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോവുകയാണോ, ഇല്ലെങ്കിൽ നിങ്ങൾ ശനിവാർ വാട കാണാൻ പോവുകയാണോ? നേരെ ശനിവാർ ആ കോട്ടയ്ക്ക് പോകാം. ആ കോട്ട കാണാനായി ഞാൻ എത്ര ദിവസം കാത്തിരിക്കുക. ഇനി ഒരു നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. നിങ്ങളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ശരി, നേരെ നമുക്ക് ശനിവാർ വാടയിലേക്ക് പോവാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നൽകിയിരുന്നു. എന്റെ റിസർച്ചിന് വേണ്ടി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾ എനിക്ക് വേണം. അവരെ കൊണ്ട് മാത്രമേ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുള്ളൂ. ഞാൻ പ്രൊഫസർ കദമിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ശനിവാർ വാടന്റെ ഫോർട്ടിനെ പറ്റി അറിഞ്ഞ എക്സ്പെർട്ട് ആണ്. അദ്ദേഹം നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. താങ്ക് യു വിക്കി. വിക്കി രാധയെ ശനിവാർ കോട്ടയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇത് പകൽ സമയമാണ്. ശനിവാർ വാട കോട്ടയെ കണ്ടിട്ട് രാധ അതിശയിച്ചു പോയി. ദിസ് ഈസ് അമേസിംഗ്. എത്ര ശാന്തമായാണുള്ളത്. ഇതൊരു 100 പ്ലേസ് ആണെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടെ രാവിലെയാണ് ഭയങ്കര നിശബ്ദതയോടെ ഉണ്ടാവുക. രാത്രി സമയത്താണെങ്കിൽ ഒച്ചയും ബഹളമായിരിക്കും. ജനങ്ങളൊക്കെ ഈ ശനിവാർ വാർഡിന്റെ ഫോർട്ടിൽ നിന്ന് കുറച്ച് തള്ളിയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടായാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുമാത്രല്ലാതെ നിങ്ങൾ താമസിക്കാൻ വേണ്ടി അടുത്തൊരു ഹോട്ടലും റൂം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ കേൾക്കുന്ന ശബ്ദം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾക്കും. നിങ്ങളുടെ റിസർച്ച് വേഗം തീരണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കോട്ട നോക്കിയിട്ട് വിക്കി രാധയെ തന്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. രാധ ഫ്രഷായി എന്നിട്ട് ചെന്ന് കിടന്നുറങ്ങി. ടയേർഡ് ആയതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് പാതിരാത്രിയിൽ അവൾ പേടിച്ചു ഉണർന്നു. അവൾക്ക് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ചിറ്റപ്പ എന്നെ രക്ഷിക്കൂ, ചിറ്റപ്പ എന്നെ രക്ഷിക്കൂ, ചിറ്റപ്പ എന്നെ രക്ഷിക്കൂ, ചിറ്റപ്പ എന്നെ രക്ഷിക്കൂ, ചിറ്റപ്പ രക്ഷിക്കൂ, ചിറ്റപ്പ രക്ഷിക്കൂ. എന്ത് ആശ്ചര്യമാണിത്! ഞാൻ ശനിവാറായിൽ നിന്നും ദൂരെയാണല്ലോ ഉള്ളത്. ഇവിടെ എങ്ങനെയാണ് ആ ശബ്ദം കേൾക്കുന്നത്? രാധ ഒരുപാട് പേടിച്ചു പോയി. അവൾ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. ആ രാത്രി ഇരുട്ടിൽ അവൾക്കൊന്നും തന്നെ കണ്ടില്ല. അവൾക്കൊന്നു മാത്രം മനസ്സിലായി, ആ ശബ്ദം ആ കോട്ടയിൽ നിന്നാണ് വരുന്നതെന്ന്. അടുത്ത ദിവസം രാവിലെ വിക്കി രാധയെ പിക്ക് ചെയ്യാനായി എത്തി. എന്താ രാധ മാഡം, ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ നല്ലോണം ഉറങ്ങിയോ? എനിക്ക് ഇന്നലെ ആ ശബ്ദം കേട്ടു. എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. ഞാൻ കേട്ടു, ആ ശബ്ദം കോട്ടയിൽ നിന്നാണ് വന്നത്.
അറിയാം, പക്ഷെ ചില പേരത് വിശ്വസിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ബാക്കിയുള്ള സംശയമൊക്കെ പ്രൊഫസർ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന് നമ്മൾ അദ്ദേഹത്തിനാണ് കാണാൻ പോകുന്നത്. വിക്കി രാധയെ പ്രൊഫസർ കദമിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹായ് രാധ മാഡം, എങ്ങനെ സുഖമല്ലേ? എനിക്ക് സുഖം. നിങ്ങൾക്ക് സുഖമാണോ പ്രൊഫസർ? ഓൾ ഫൈൻ. ഹണ്ടർ പ്ലേസിനെ കുറിച്ച് റിസർച്ച് ചെയ്യണം. അതാണ് എന്റെ റിസർച്ച് പ്രോജക്ട്. പിന്നെ ഈ പ്രോജക്റ്റിന് വേണ്ടി സനിവാറ കോട്ടയാണ് സെലക്ട് ചെയ്തത്. അതായിരിക്കട്ടെ, നീ എന്തെങ്കിലും അവിടെ ഹോണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്തോ? ഐ എം നോട്ട് ഷുവർ. പക്ഷെ ഇന്നലെ ഞാൻ ആ ശബ്ദം കേട്ടു. ഞാൻ ഷോക്കായി പോയി. എനിക്ക് ഇതുവരെ ഒരു ഹണ്ടഡ് പ്ലേസിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ശനിവാർ വാട ഫോർട്ട് കെട്ടിയത് പേഷ്വാർ ബാജുവാരാണ് കെട്ടിയത്. അദ്ദേഹത്തിന് ശേഷം 3 പിള്ളേരാണ് അവിടെ ഉണ്ടായിരുന്നത്. വിശ്വാസ് റാവ്, മാധവ് റാവ്, പിന്നെ നാരായൺ റാവ്. പേഷ്വാ ബാജിറാവ് പോയതിനു ശേഷം ആ രാജ്യത്തെ ഭരണമെടുക്കാൻ വിശ്വാസ് റാവിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ കാര്യം പേഷ്വാസ് റാവിന്റെ അനിയൻ രഘുനാഥ് റാവ് തീരെ ഇഷ്ടമില്ലായിരുന്നു. 3ാമത്തെ പോറിന് ശേഷം വിശ്വാസ് റാവും മാധവ് റാഘവും മരിച്ചുപോയി. പിന്നെ ഉണ്ടായത് നാരായൺ റാവു മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് വെറും 17ആണ്. രഘുനാഥ് റാവു എന്ത് വിചാരിച്ചു വെച്ചാൽ നാരായൺ റാവു മരിച്ചതിന് ശേഷം ആ ഭരണമൊക്കെ തനിക്ക് എത്തുമെന്ന് വിചാരിച്ചു. അപ്പോ അതുകൊണ്ട് അദ്ദേഹം അവനെ കുഴിവെക്കാൻ തുടങ്ങി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയോ നാരായൺ റാവുവിന് അറിഞ്ഞു. അപ്പോൾ അവന്റെ ചിറ്റപ്പ, അതായത് രഘുനാഥ് റാവു, അതേ കോട്ടയിൽ തന്നെ വിലങ്ങി വെപ്പിച്ചു. രഘുനാഥിന്റെ ഭാര്യ ഇതൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. അവൾ പഴിവാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഗണപതി സർജയിൽ കൊല ചെയ്യുന്ന കൂട്ടാളികളെ വിളിച്ചു. രാത്രി ഇരുട്ടിൽ നാരായണ റാവുവിന്റെ റൂമിലെത്തി. നാരായണ റാവു തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ അവിടെ ഓടാൻ തുടങ്ങി. ഒച്ചയുണ്ടാക്കിയിട്ട് കാക്ക മല ബച്ചാവ, അങ്ങനെ വെച്ചാൽ ചിറ്റപ്പ എന്നെ രക്ഷിക്കൂ. കൊലയാളികളൊക്കെ നാരായണ റാവുവിന്റെ തല വെട്ടിക്കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ ചെറു കഷ്ണങ്ങളായിട്ട് മുറിച്ച് കടലിലേക്ക് അവർ വീശി. അന്ന് തൊട്ട് നാരായണ റാവിന്റെ ആത്മാ ഈ കോട്ടയിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാരായൺ റാവിന്റെ പ്രേതം അവിടെ നിന്നും പോകില്ലേ? നിറയെ പേര് ഈ ആത്മയ്ക്ക് മുക്തി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. കുറെ പണ്ഡിതന്മാരും പിന്നെ കുറെ റിസർച്ച് ആൾക്കാരും ട്രൈ ചെയ്തു. ഒരു പക്ഷേ നാരായണാത്മന്റെ ആത്മ ഇവിടുന്ന് പോവാൻ ശ്രമിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാ? അത് എന്താന്ന് അറിയില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവ് കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കുറെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദവും കേട്ടിട്ടുണ്ട്. എനിക്കത് കാണണം. ഇത് വളരെ ഒരു റിസ്കിയായ കാര്യമാണ്. എനിക്കറിയാം സാർ, എന്നാലും എനിക്കത് കാണണം സാർ. നിനക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തടസ്സം ചെയ്യുന്നില്ല. നീ വളരെ ജാഗ്രതയോടെ ഉണ്ടാവണം. ശരി സാർ. അന്ന് രാത്രി ആ കോട്ടയിൽ രാധ തനിച്ചിരുന്നു. നടുരാത്രിയിൽ നിലവിളിക്കുന്ന ശബ്ദം അവൾ കേട്ടു. നടക്കുന്ന ശബ്ദം, ടപ് ടപ് പാദങ്ങളുടെ ശബ്ദം അവൾ കേട്ടു. രാധയ്ക്ക് എന്തു തോന്നിയെന്നാൽ ആരോ അവളുടെ തൊട്ടടുത്തുള്ളതുപോലെ തോന്നി. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. രാധ പേടിച്ച് വിറച്ചു വീണിരുന്നു. ഒരു നിഴൽ മാത്രം രാധയെ ചുറ്റി ചുറ്റി വന്നു. രാധ ഒരുപാട് ശ്രമിച്ചു ആ ആത്മാവിനെ കാണാൻ വേണ്ടി. പക്ഷെ അവളെ കൊണ്ട് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ രാധയ്ക്ക് വിശ്വാസമായി അവിടെ ആരോ ഒരാൾ പ്രേതം ഉണ്ടെന്ന്. രാധ കോട്ടയിൽ നിന്നും പുറത്തേക്ക് ഓടി വന്നു. ആ ആത്മാവ് രാധയെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചില്ല. പക്ഷെ താൻ അവിടെ ഉണ്ടെന്നുള്ള ആധാരം അത് നിരൂപിച്ചു. അടുത്ത ദിവസം വൈകുന്നേരം രാധ ഹോട്ടലിലേക്ക് ചെന്നു. എന്നിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാധയുടെ റിസർച്ച് കംപ്ലീറ്റ് ആയി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സനിവാർ വാടയിലെ ആ രാത്രി അവൾ ആലോചിക്കും. ആ ഭയങ്കരമായ ശബ്ദം അത് അവൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കും സനിവാർ വാട ലോകത്തിലെ ഏറ്റവും വലിയ ഹണ്ടർ പ്ലേസ് ആയി അറിയപ്പെടുന്നതായിരിക്കും.